പറഞ്ഞ ഈശോനോട് എൻ്റെ മകൻ്റെ ഈ വേദ്യം കൊണ്ടുള്ള അലച്ചിലിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലെന്ന് പറഞ്ഞല്ലേ, എനിക്ക് യാതൊരു തൃപ്തിയുമില്ല ഈശോ എന്ന് പറഞ്ഞു. 24 മണിക്കൂറിനുള്ളിലാണ് പ്ലേസ്മെൻറ്റ് നടന്നത്. വിത്തിൻ 24 hours അവൻ പ്ലേസ് ചെയ്ത് കമ്പനിക്കാർ. പറയേണ്ട പോലെ പറഞ്ഞാൽ ക്ലിയർ ആവും. അതെന്താ, അത് തന്നെയല്ലേ ഈശോ പറഞ്ഞത്. അത് നമ്മുടെ ആഗ്രഹങ്ങൾ ആത്മാർത്ഥതയോടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അവൾ ആ കാര്യംകാരി അത് തന്നെയാണ് പറയണത്. കർത്താവ് അത് ശരിയാണ്, അങ്ങ് പറഞ്ഞ് ശരിയാണ്. പക്ഷേ യജമാനന്മാരുടെ മേശയിൽ നിന്ന് പട്ടികളും അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ട്. ഉമ്മാൻ എന്നാ ഈശോ വിളിക്കണത് സ്ത്രീയെ. പിന്നെ എന്താ പറയുക, നിൻ്റെ ആഗ്രഹം പോലെ നിനക്ക്. അപ്പോൾ അതാണ് സംഭവം. ആഗ്രഹം പോലെ ആ വാക്ക് ബൈബിൾ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. കനംകാരിയാണ് കർത്താവിൻ്റെ മനസ്സിലിരിപ്പ് പുറത്തു കൊണ്ടുവന്നത്. ആ കാനംകാരി വിജാതി സ്ത്രീയാണ് കർത്താവിൻ്റെ മനസ്സിലിരിപ്പ്. അതാണ് 15:28 മത്തായിയുടെ സുവിശേഷം 15:28. മകളെ, എന്താണ്, നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ദാറ്റ് മീൻസ് എന്താണ്, ആഗ്രഹം കർത്താവിനോട് ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം നിനക്കുണ്ടെങ്കിൽ നിൻ്റെ ഏത് ആഗ്രഹവും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. അത് കർത്താവ് അംഗീകരിക്കും, ബഹുമാനിക്കും, നടത്തി തരും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ അധിപതിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, അനുദിനം നിൻ പാദങ്ങളിലേ അടിയരുതിൻ കൃപമതിയേ, അനുദിനം നിൻ പാദങ്ങളിലേ അടിയരുതിൻ കൃപമതിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ ശരണമെന്ന പുണ്യവും അതുവഴി നമ്മുടെ എളിമപ്പെടലും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഇനി ഈശോ അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ വെക്കാതെ ഷാർപ്പായിട്ട് ശരണപ്പെട്ട് നിൽക്കുന്നതിന് നമുക്ക് എന്താ വേണ്ടത്? കർത്താവിനെക്കുറിച്ച് ആന്തരികമായ ബോധ്യം വേണം. ഈ ആന്തരിക ബോധ്യത്തിനാണ് നമ്മൾ ഉടമ്പടിക്കാലത്ത് വചനം ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാര്യം കർത്താവ് ആരാണെന്ന് അറിയണ്ടേ. ഇതിൻ്റെ അകത്തുള്ളാകുന്ന കാഷ്വാലിറ്റി എല്ലാം ഫേസ് ചെയ്യാൻ എന്താ സഹായിക്കണം നമ്മളെ? പത്രോസിനെ സഹായിച്ചത് എന്താണ്? പത്രോസ് പറഞ്ഞ്, കർത്താവ് ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? 6:69 യോഹന്നാൻ്റെ സുവിശേഷം. നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ ഓപ്ഷനില്ല നമുക്ക്. അപ്പം കർത്താവല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് ബൈബിൾ ആദ്യം മുതൽ ഉന്നയിക്കുന്ന രക്ഷാമന്ത്രമാണ്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം. ആ സാധനം എപ്പോഴും വർക്കൗട്ട് ചെയ്യും. മറ്റൊരു ഓപ്ഷൻ വെക്കണം എങ്ങനെയാണെന്നറിയാവോ? നമ്മളെപ്പോഴും ഒരു മനുഷ്യൻ അപകടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ 6-ാം പ്രമാണത്തിലും 5-ാം പ്രമാണത്തിലും ഒന്നുമല്ല, 1-ാം പ്രമാണത്തിലാണ്. കാര്യം നമ്മൾക്ക് എപ്പോഴും അതിശക്തമായ പ്രലോഭനം. ഇപ്പം നിങ്ങൾ പറയും, ഞങ്ങൾ വിഗ്രഹാരാധനയ്ക്ക് പോണില്ല, ഞങ്ങൾ അന്യദേവനെ ആരാധിക്കണില്ല. ബട്ട് ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ പ്രാർത്ഥന താമസിച്ചാൽ മതി, 1-ാം പ്രമാണം ലംഘനമാകും. പ്രാർത്ഥനയില്ലേ, ആ പ്രാർത്ഥന, സന്ധ്യപ്രാർത്ഥന താമസിച്ചാൽ, നടന്നില്ലെങ്കിലും അതെല്ലാം 1-ാം പ്രമാണ ലംഘനമാണ്. അത് വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ എന്താ കാര്യം? വേറെ ഓപ്ഷൻ, അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം നമുക്ക് വന്നിരിക്കുന്നു. കുടുംബത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയ വിഷയം നമുക്ക് വന്നിരിക്കുന്നു. അപ്പം നിൻ്റെ കർത്താവ് ദൈവം ചിലപ്പോൾ നീ പ്രാധാന്യം കൊടുക്കുന്ന വസ്തുവോ വ്യക്തിയോ ആയിരിക്കാം. ശിക്ഷ വന്നു. ഏറ്റവും തകർച്ച കുടുംബ പ്രാർത്ഥനയാണ്. കുടുംബ പ്രാർത്ഥന കൗണ്ട് ചെയ്യണ രീതികൾ അറിയണം നിങ്ങളെ. അത് ചുമ്മാ ചട്ടപ്പടി സമ്പ്രദായമല്ല, അത് 1-ാം പ്രമാണമാണത്.
ഒരു എവിടെയെങ്കിലും നിൻ്റെ പ്രാർത്ഥന മിസ്സായി അല്ലെങ്കിൽ കുർബാന മിസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കുർബാനയേക്കാൾ പ്രാധാന്യമുള്ള എന്തോ സംഭവം വന്നു. പണ്ടൊരു മനുഷ്യൻ ഇവിടെ കരഞ്ഞുകൊണ്ട് വന്ന്, അയാൾ പണ്ട് എൻ്റെ പള്ളി കൈക്കാരനായിരുന്നു. അപ്പോൾ അയാളോടൊരു ദിവസം ഞാൻ പള്ളിയിൽ ഇരിക്കണ കാലത്ത് ഞാൻ ഞായറാഴ്ച എനിക്കധികം വീട്ടുകാരില്ല, ഞാൻ 300 വീട്ടുകാരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ പള്ളി നിന്ന് കഴിഞ്ഞാൽ ആര് വന്നെന്നൊക്കെ എനിക്കറിയാൻ പറ്റും. ഞാനെപ്പോഴെങ്കിലും നോക്കിക്കൊണ്ട് നിൽക്കത്തുള്ളൂ എപ്പോഴും. അപ്പോൾ ആൾ മിസ്സായി എനിക്കറിയാം. അപ്പോൾ ഞാനൊരു ദിവസം ഈ കൈക്കാരനെ കാണാഞ്ഞപ്പം പെട്ടെന്ന് മനസ്സിലായി. ഞാൻ കൈക്കാരനോട് ചോദിച്ചു, കൈക്കാരാ കുർബാനയ്ക്കില്ലായിരുന്നല്ലോ? അതൊരു ജീവിത പ്രശ്നത്തിന് പോയിരിക്കുകയായിരുന്നെന്ന്. അതെന്നാ, കൈക്കാരൻ ഈ ചരക്കെടുത്ത് വിൽക്കണ ആൾ തരകൻ്റെ അടുത്ത് കാശ് മേടിക്കാൻ പോയതാ. കാരണം തരകൻ 8 മണിക്ക് 7 മണിക്ക് വീട്ടിൽ കാണത്തുള്ളൂ. അത് കുർബാനയുടെ സമയമാണ്. അപ്പോൾ കുർബാനയ്ക്ക് പോകണം, കർത്താവിൻ്റെ അടുത്ത് പോകണം, തരകൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ കിടന്നുകൊണ്ട് പേറ്റി അവസാനം കർത്താവിനേക്കാൾ വലിയ തരകനുണ്ടായി. തരകൻ്റെ അടുത്ത് പോയി അയാൾ കാശ് മേടിച്ചു, കുർബാന മുടങ്ങി. ആ കാശും അതിൻ്റെ 10 ഇരട്ടി കാശ് നഷ്ടപ്പെട്ട് തേച്ച് കഴുകി 2 വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് ഇവിടെ വന്നു. നമ്മുടെ തകർച്ച നമ്മളുണ്ടാക്കണതാണേ, നമ്മുടെ തകർച്ച നമ്മളുണ്ടാക്കണതാണ്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇത്രയും വെടിച്ചിലിരിക്കുമ്പോൾ എന്ന് വിശ്വാസി മനസ്സിലാക്കണം. കാര്യം എന്താണ്? അതൊന്നാമത് വെച്ചിരിക്കുകയാണ്. കാര്യം എപ്പോഴും തെറ്റാൻ സാധ്യതയുണ്ടെങ്കിൽ ഒന്ന് തെറ്റിയിട്ട് മാത്രമേ 2, 3, 4 ഇപ്പം ജോളിയുടെ സൈനൈഡ് കൊലപാതകങ്ങളില്ലേ, അതുവരെ ഈ ഒന്ന് തെറ്റിയിട്ട് തെറ്റത്തുള്ളൂ. അത് 6 അല്ലേ 5 കൊല്ലരുത്, 6 വ്യഭിചാരം ചെയ്യരുത്. അപ്പം 5ഉം 6ഒക്കെ തെറ്റണത് മുമ്പ് 1 ആദ്യം തെറ്റും. നീ ഒന്ന് തെറ്റുമ്പോൾ തന്നെ കർത്താവിൻ്റെ സ്ഥാനം വേറെ എന്തെങ്കിലും വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ സമയത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ തുടങ്ങിയെന്ന് മനസ്സിലാക്കണം. കുടുംബത്തിൽ സാത്താൻ്റെ പണി തുടങ്ങി. കർത്താവ് പണി തുടങ്ങുന്നില്ല, യവന് നമ്മൾ അവസരം കൊടുത്തു. അവനൊരു അവസരം കൊടുത്തുള്ള അവസ്ഥ എന്താണ് പിന്നെ കയറിയവനെ. കാര്യം അവന് കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ്. ഇപ്പം കർത്താവിൻ്റെ സ്ഥാനം പോയാൽ അവിടെ നിന്ന് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ നിൻ്റെ അനുവാദമില്ലാതെ തന്നെ ആ സീറ്റിൽ അവൻ വരും. അതാണ് ബൈബിൾ പറയണത്. എഫേസ്യസ് 4:27 സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അവനെ വിളിക്കേണ്ട കാര്യമില്ല. ആ പാർട്ടിക്കുള്ള ഗുണമെന്ന് വെച്ചാൽ വന്നു കയറി ഇരുന്നോളൂ, ഒരു പ്രശ്നമില്ല. കാര്യം നിങ്ങൾ കർത്താവിൻ്റെ അവസരം നഷ്ടപ്പെടുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സീറ്റ് അവൻ കൈകാര്യം ചെയ്യും. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാത്താൻ്റെ ഒരു പ്രത്യേകത, ദൈവം വിളിച്ചാലേ വരത്തുള്ളൂ, സാത്താൻ വിളിക്കാണ്ട് വരും. അതാണ് എൻ്റെ വിഷയം വരുന്നത്. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് വന്നുകൊണ്ട് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും, അവനോടൊരു വിരുന്നിനിരിക്കുമെന്ന് വെളിപാട് 3:20 പറയണേ. കർത്താവ് വിളിച്ചാലേ വരത്തുള്ളൂ. ദാറ്റ് ഈസ് വൈ ദ ഹെവൻ ഈസ് സോ വാല്യുബിൾ. എന്തുകൊണ്ടാണ് ദൈവരാജ്യം ഇത്രയും വിലയുള്ളതായി മാറുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് പെയ്ഡ് സീറ്റ്. അവൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുത്ത കൊണ്ടാണ്. അതുകൊണ്ട് വി മസ്റ്റ് പേ. നമുക്ക് കോസ്റ്റ്ലിയാണ്, നമ്മളത് കൊടുക്കണം. സാത്താന് ഒരു മുതമുടക്കുമില്ല, അവൻ വലിഞ്ഞു കയറി നേരെ വന്നിരുന്നോളും. അതുകൊണ്ട് ബൈബിൾ പറയും എഫേസ്യസ് 4:27 സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. സാത്താന് അവസരം കൊടുക്കരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? നമ്മൾ ദൈവത്തിൻ്റെ അവസരങ്ങൾ കൊടുക്കാതിരുന്ന ഓട്ടോമാറ്റിക്കായിട്ട് അത് മറ്റവൻ്റെ അവസരമായിട്ട് മാറുകയും ക്രമേണ നമുക്ക് വേറെ ചിന്തകൾ വരികയും ചെയ്യും. ഇപ്പോൾ ഒരാളിൽ 6 പേരല്ലേ ഈ ലോകത്ത് എന്തുമാത്രം പുണ്യം ചെയ്തിട്ടുള്ള കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ ജനിപ്പിച്ച സഭയാണിത്. ഈ സഭയെ തന്നെയാണ് ജോളി ജനിച്ചിരിക്കുന്നത്, ഇല്ലേ? ഇപ്പം ഞാൻ സമയത്ത് ഓർക്കുക, മദർ തെരേസ മുതൽ ജോളി വരെ ഇല്ലേ, 6 പേര് സൈനൈഡ് കില്ലർ. ഞാൻ ഓർത്തത് ഇത്രയും ഈ വിശ്വാസത്തിലൊക്കെ വളർന്നിട്ട് പിന്നെ എന്താ ഈ മനുഷ്യന്മാർ ഇങ്ങനെ തെറ്റിപ്പോണത്? എനിക്കൊരു സമാധാനം ഇല്ല.
ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇത്രയും വചനങ്ങളും ധ്യാനങ്ങളും പള്ളിയൊക്കെ ഉണ്ടായിട്ടും ഇതുപോലെയുള്ള സൈനൈഡ് കില്ലേഴ്സ് ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ചിത്തമരം ചിത്തബലങ്ങൾ. കർത്താവ് നേരത്തെ പറഞ്ഞതല്ലേ, നല്ല മരത്തിന് ചീത്ത ഫലങ്ങൾ തരാൻ പറ്റത്തില്ല, ചീത്ത മരത്തിന് നല്ല ഫലങ്ങളും തരാൻ പറ്റത്തില്ല. പിന്നെ എന്താണ്? ചീത്ത മരത്തിന് ചീത്ത. അതാണ് മത്തായി 7:18, മോശം മരം മോശം ഫലം തരും. അപ്പം നിങ്ങൾ ഈ മോശം ഫലമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കണമെങ്കിൽ പണിയാളെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് കേട്ടോ. കർത്താവിനോട് കണ്ണുനീരോട് പ്രാർത്ഥിക്കണം. ഇന്നലെ ഒരു മുസ്ലിം സഹോദരിയുടെ സാക്ഷ്യം ഉണ്ടായിരുന്നു. ഇന്നലെ ചെറുപ്പക്കാരത്തിയാണ്. അവൾ എന്താ പറഞ്ഞെന്നറിയാവോ? അവളെ അച്ഛൻ വിളിച്ചത് എന്താണ്, ബഷീർ എന്നുള്ളതിന് ഭാസ്കർ എന്ന് വിളിച്ച് അച്ഛനെ തിരുത്തി ഉടനെ അവൾ ഷംന തിരുത്തി അച്ഛനെ. എൻ്റെ പേര് ഷംന ബഷീർ, ഞാൻ ഇസ്ലാമാണ്, അച്ഛന് തെറ്റിയതാണെന്ന് പറഞ്ഞത്. അവൾ എന്നാ പറഞ്ഞതെന്നറിയാം? ആദ്യം പറഞ്ഞത്, കുറേ സാക്ഷികൾ പറഞ്ഞ ശേഷം ആദ്യം പറഞ്ഞതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് കുറേ നാളായിട്ട് മുൻകോപമാണ് ഭയങ്കര. അപ്പം ഞാൻ മുൻകോപം എനിക്ക് അടക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞ് എൻ്റെ മുൻകോപം ഒന്ന് അവസാനിപ്പിച്ച് തരണം. ആദ്യം ഞാൻ ചീത്ത മരമാണ്, എന്നെ നീ തൊട്ട് നല്ല മരമാക്കി തരണം. എന്തിനാണ്? നല്ല ഫലങ്ങളെ വിളയിക്കാൻ വേണ്ടി. അത് നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഒരു തുറവിയാണത്. കാര്യം ഈ ഗ്രേസ് ബിൽഡ് അപ്പ് ഓൺ നേച്ചർ എന്ന് ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത്. കൃപ മനുഷ്യൻ്റെ പ്രകൃതിയിലാണ് വിളയണത്. ഇപ്പം നമ്മുടെ പ്രകൃതി മാറ്റം സംഭവിച്ചില്ലെങ്കിൽ, മാനസാന്തരം എന്ന് പറയുന്നത് മനസ്സിൻ്റെ മാറ്റമല്ല, അത് മൊത്തം പ്രകൃതിയുടെ മാറ്റമാണ്. ക്ഷമ, ദയ, നന്മ, വിശുദ്ധത, ആത്മസംയമനം എന്നൊക്കെ പറയണത് പ്രകൃതിയുടെ ഫലങ്ങളാണ്. ബേസിക്കായിട്ട് ഈശോ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് ഈശോൻ്റെ സ്വഭാവം കാണും. യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പറയത്തില്ലേ? ഫിലിപ്പിയർ 2:7, ഫിലിപ്പിയർ 2:6, യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ. നമ്മൾക്ക് പ്രകൃതി മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ പ്രകൃതിയിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. ഉടമ്പടിയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ്? കർത്താവിൻ്റെ പ്രകൃതിയിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രകൃതിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണത്? അവൻ പകർത്തിയ ദൈവമായിരിക്കവേ ദൈവത്തോട് സമാനം മുറുകപ്പെടുകയാണ് കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളും കുരിശുമരണത്തോളും തന്നെ താഴ്ത്തി. അതിനാൽ എന്ത് സംഭവിച്ചു? ദൈവം അവനെ അത്യധികം ഉയർത്തി. നമ്മളെ ഉയർത്തേണ്ടത് ആരാണ്? ദൈവമാണ്. ദൈവത്താൽ ഉയർത്തപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ എളിമപ്പെടുന്നത്. ദൈവം നമ്മൾ എളുപ്പപ്പെടുത്തുന്നത്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ.